സ്വപ്ന ചിത്രങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ ജിർഹ എന്നതാണ്. ഇംഗ്ലീഷും പഷ്തൂണും സംസാരിക്കുന്ന ഒരു ആസ്ട്രേലിയൻ ചലച്ചിത്രമാണ് ജിർഹ. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ ബെർഹൗ എന്ന ആളാണ്. ജിർഹ എന്ന വാക്കിന് അഫ്ഗാനിസ്ഥാനിലെ മുതിർന്ന മതപണ്ഡിതന്മാരുടെ മത കോടതി എന്നാണ് അർത്ഥം. നേരെ സിനിമയിലേക്ക് പോകാം. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെയും സഖ്യ കക്ഷികളുടെയും ഇടപെടൽ ഉണ്ടാവുന്ന കാലം. ആസ്ട്രേലിയക്കാരനായ മൈക്ക് അടക്കം ഹെലികോപ്റ്ററിൽ കാണ്ഡഹാറിന് സമീപത്തെ ഒരു ഗ്രാമമായ ഖാസിയാറിൽ രാത്രികാല പെട്രോളിങ്ങിന് പോകേണ്ടി വരുന്നു. ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുന്ന താലിബാൻ പട്ടാളക്കാരെ തേടി. പട്ടാളത്തിൻ്റെ ഓർഡറിന് വിരുദ്ധമായി വീട്ടിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ആളെ മൈക്കിന് വെടിവെറ്റേണ്ടി വരുന്നു. അയാളുടെ മൃതദേഹം ഭാര്യയും മക്കളും ചേർന്ന് വീട്ടിലേക്ക് മാറ്റിയപ്പോഴാണ് അത് താലിബാൻ അല്ല എന്ന കാര്യം മൈക്കിന് മനസ്സിലാവുന്നത്. അതിൻ്റെ ദുഃഖവും പേരിക്കൊണ്ടാണ് മൈക്ക് തിരിച്ചു പോയത്. 3 വർഷങ്ങൾക്ക് ശേഷം മൈക്ക് വീണ്ടും കാബൂളിൽ എത്തുന്നു. ടാക്സിയിൽ ഹോട്ടലിന് സമീപം ഇറങ്ങിയ മൈക്ക് ഒരു കടയിൽ കയറി അഫ്ഗാൻകാരുടെ ഡ്രസ്സ് മേടിക്കുന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത മൈക്ക് ആസ്ട്രേലിയയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പണം ബെഡിനടിയിൽ സേഫായി വച്ചിട്ട് അഫ്ഗാൻകാരുടെ ഡ്രസ്സും ധരിച്ച് കാബൂളിലെ തൻ്റെ കോണ്ടാക്റ്റിനെ ബന്ധപ്പെടുത്തും. കോണ്ടാക്റ്റ് പറഞ്ഞതനുസരിച്ച് തൻ്റെ ജന്മനാട്ടിൽ നിന്നും കാബൂളിൽ എത്തിയ മൈക്കിനെ അയാൾ പിൻവലിപ്പിക്കുന്നു. മൈക്കിന് പോകേണ്ട കാണ്ഡഹാറിലെ താലിബാനികളുടെ ആക്രമണം ഉള്ളതുകൊണ്ട് കാബൂളിൽ നിന്നും കാണ്ഡഹാറിലേക്ക് വാഹനങ്ങൾ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കോണ്ടാക്റ്റ് മൈക്കിനെ കൈയൊഴിയുന്നു. അയാളുടെ മറുപടിയോടെ എല്ലാ പ്രതീക്ഷയും കൈവിട്ട മൈക്ക് അന്ന് രാത്രി തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. പ്രകാരം കാണ്ഡഹാറിന് സമീപത്തുള്ള ബാണ്ട ഇ ടമീർ എന്ന തടാകം കാണാനായി ഒരു ടാക്സി വിളിക്കാൻ മൈക്ക് ആവശ്യപ്പെടുന്നു. എത്തിയത് ഒരു വയസ്സൻ ഡ്രൈവർ. അയാളോടൊപ്പം മൈക്ക് യാത്ര പുറപ്പെടുന്നു. ടാറിട്ട റോഡുകൾ വളരെ വേഗം തീർന്നു. പച്ചപ്പുകൾ തീരെ ഇല്ലാതായി. കാറ് മല അടിവാരത്തിലൂടെയും പിന്നെ മലകളിലൂടെയും ഓടാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ അവർ തടാകത്തിൽ എത്തി. തടാകത്തിൽ നീന്തിയും കുളിച്ചും അന്ന് അവർ അവിടെ കഴിയാൻ തീരുമാനിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ മൈക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നു. കൂടുതൽ പൈസ കൊടുത്തുകൊണ്ട് ഡ്രൈവറോട് മൈക്ക് തൻ്റെ ആവശ്യമായ കാണ്ഡഹാറിലേക്ക് കാറ് ഓടിക്കാൻ പറയുന്നു. അത് വളരെ അത്യാവശ്യമാണെന്നും പറയുന്നു. ഡ്രൈവർ തീരെ സമ്മതിക്കുന്നില്ല. മുന്നോട്ട് പോയാൽ താലിബാനികളുടെ കയ്യിൽ പെടുമെന്നും അവർ വെടിവെച്ചും ബോംബിട്ടും കൊല്ലുമെന്നും അയാൾ പറയുന്നു. തൻ്റെ ആവശ്യം പറയുന്നു. കാണ്ഡഹാറിലെ ഒരു ഗ്രാമത്തിൽ താൻ മൂലം അനാഥനായ ഒരു കുടുംബം ഉണ്ട്. അവർക്കായി തൻ്റെ മുഴുവൻ സ്വത്തും വിറ്റുകൊട്ടിയ പണം ഏൽപ്പിക്കാനാണ് ഈ യാത്ര. അത് മടങ്ങിപ്പോവാൻ പറ്റില്ല. കൂടുതൽ പൈസ ഈടാക്കിക്കൊണ്ട് ഡ്രൈവർ കാണ്ഡഹാറിലേക്ക് വണ്ടി ഓടിക്കുന്നു. കൂടുതൽ നരച്ച പ്രകൃതിയും മരുഭൂമിയുടെ തുടക്കവും. കാർ മരുഭൂമിയിലൂടെയാണ് യാത്ര. ഒരു വളവിൽ താലിബാനികളുടെ ചെക്ക് പോസ്റ്റാണ്. എല്ലാ വണ്ടികളും പരിശോധിക്കും. ഒരു വിദേശി എന്നത് കൂടുതൽ പ്രശ്നമാണ്. ഡ്രൈവർ മൈക്കിനെ തോണ്ടി വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഇതിന് പിന്നാലെ തോക്കുമായി ഒരു താലിബാൻ. തോക്കിൽ നിന്നും രക്ഷപ്പെടാനായി മൈക്ക് താഴേക്ക് ഇറങ്ങുന്നു. താലിബാനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിൽ മൈക്കിന് വഴി തെറ്റുന്നു. ചുറ്റും മരുഭൂമി, ചുട്ടുപൊള്ളുന്ന മണൽക്കാട് താഴെ, ചുട്ടുപൊള്ളുന്ന ആകാശം തലയ്ക്ക് മുകളിൽ. എല്ലാ ദിക്കും ഒരുപോലെ തന്നെ. അറ്റമില്ലാത്ത മണൽക്കാട്. ആകെ കയ്യിലുള്ളത് ചാർജില്ലാത്ത മൊബൈൽ ഫോൺ മാത്രം. വഴി തെറ്റിയ മൈക്ക് വിശപ്പും ദാഹവും ചൂടും കൊണ്ട് മരുഭൂമിയിൽ വീഴുന്നു. കാണ്ഡഹാർ മരുഭൂമിയിൽ വീണുകിടന്ന മൈക്കിനെ താലിബാൻ തീവ്രവാദികൾ രക്ഷിക്കുന്നു. അവർ അയാളെ തടവിലാക്കുന്നു. ഏതായാലും തീവ്രവാദികൾ മൈക്കിനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ മൈക്കിൻ്റെ കൺവെട്ടത്ത് വച്ച് 2 പേരെ വെടിവെച്ച് കൊല്ലുന്നത്
മൈക്കിനെ കാണിക്കുന്നു. അങ്ങനെ തീവ്രവാദികൾ ഇതിനും മടിക്കില്ല എന്ന ഉദാഹരണവും കാണിക്കുന്നു. വിദേശി ആയതുകൊണ്ട് കൊല്ലണോ വേണ്ടയോ എന്ന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നു. കൊല്ലണം എന്ന് ഒരു വിഭാഗം, അങ്ങനെയല്ല 10 ബില്യൺ ചോദിക്കാം എന്ന് വേറൊരു വിഭാഗം, ജയിലിൽ കിടക്കുന്ന നമ്മുടെ ആളുകളുമായി പകരം വയ്ക്കാം എന്ന് വേറൊരു വിഭാഗം. അവസാനം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് മൈക്ക് മനസ്സ് തുറക്കുന്നത്. മൈക്കിൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ആ കുടുംബത്തിന് നൽകാനാണ് ഈ പൈസ എന്നും അയാൾ പറയുന്നു. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് നിങ്ങളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇയാളുടെ കാര്യത്തിൽ മാത്രം എന്താണ് പ്രത്യേകത എന്ന ചോദ്യത്തിന് മൈക്കിന് മൗനം ആയിരുന്നു മറുപടി. രാത്രി മൈക്കിനെ സംബന്ധിച്ച് വിധി എഴുതുന്ന രാത്രിയാണ്. അത് മൈക്കിന് മനസ്സിലായില്ലെങ്കിലും രാവിലെ മൈക്കിനെയും കൊണ്ട് പുറത്തേക്ക് വരും. ആദ്യം മരുഭൂമിയിലൂടെ കാൽനടയായും പിന്നെ ബൈക്കിലും. എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ച മൈക്കിനോട് മറുപടിയായി മൈക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഗ്രാമത്തിൻ്റെ പേരാണ് പറയുന്നത്. ആ ഗ്രാമത്തിലെ മുഖ്യൻ്റെയും പേര് പറയുന്നു. ഗ്രാമത്തിൽ നിന്നും എത്രയോ അകലെ ബൈക്ക് നിർത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഇത്രയേ വരാൻ പറ്റൂ, ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക. പക്ഷേ ഒരു കാര്യമുണ്ട്. ഒരു പഷ്തൂൺകാരൻ്റെ വിശ്വാസം അനുസരിച്ച് പരേതനെ നഷ്ടപരിഹാരം നൽകിയാൽ അത് പരേതനെ വിലയ്ക്ക് വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അത് ചെയ്യരുത്. പകരം മാപ്പ് നൽകാൻ യാചിക്കുക. അതിന് പറയേണ്ട വാക്കുകളും മൈക്കിനെ പഠിപ്പിക്കുന്നു. താലിബാൻമാർ പിന്നോട്ടും മൈക്ക് മുന്നോട്ടും പോകുന്നു. വീണ്ടും ഒരു മരുഭൂ യാത്ര. കൊല്ലുന്ന വെയിലിൽ തൻ്റെ വിധി ഓർത്തുകൊണ്ടുള്ള ഒരു യാത്ര. ഗ്രാമത്തിന് വെളിയിൽ താൻ കൊണ്ടുവന്ന പൈസ ഗ്രാമത്തിലേക്ക് കടന്നപ്പോൾ ഗ്രാമവാസികളെ കണ്ട് ഗ്രാമമുഖ്യത്തിൻ്റെ സമീപത്ത് എത്തിക്കണമെന്ന് പറയുന്നു. ഒരു ശാരീരിക പരിശോധന കഴിഞ്ഞ് ഗ്രാമമുഖ്യൻ്റെ സമീപത്ത് എത്തിക്കുന്നു. വിവരം കേട്ടറിഞ്ഞ് ഗ്രാമവാസികളും കൂടുന്നു. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ സഹായത്തോടെ അവർ പരസ്പരം സംസാരിക്കും. നടന്ന തെറ്റിന് മാപ്പ് പറയാനാണ് വന്നത് എന്ന് മൈക്ക് പറയുന്നു. മൈക്കിനോട് ചേർന്ന് ആ ഗ്രാമവും പണ്ട് പട്രോളിംഗ് നടന്ന പ്രദേശങ്ങളിലൂടെ ചുറ്റി നടന്നു. ഇതിലെയാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. ഞങ്ങൾ 3 പേർ ഇതിലെയാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് വെടിവയ്പ്പുണ്ടായത്. പക്ഷേ അവർ താലിബാൻമാരാണെന്ന് കരുതുന്നില്ല. സ്വയം കുടുംബത്തെ രക്ഷിക്കാൻ നോക്കിയ വീട്ടുകാരനാണ്. ഇവിടെ നിന്നാണ് ഒരാൾ വാതിൽ തുറന്ന് പുറത്തു വന്നത്. ഞാൻ വെടിവെച്ചു. അയാൾ മരിച്ചു. അയാളുടെ ഭാര്യയും മക്കളും കൂടി ആ ബോഡി അകത്തേക്ക് മാറ്റി. അയാളാണ് ഗ്രാമത്തിലെ ഗായകൻ അത്ത ഉള്ള ഖാൻ. ഗ്രാമമുഖ്യൻ പറഞ്ഞു. 2 കുട്ടികൾ മൈക്കിനെ ആ വീട്ടിലേക്ക് നയിച്ചു. കുട്ടികൾ വീട്ടിനകത്തേക്ക് പോയി. മൈക്ക് വീട്ടിന് മുന്നിൽ സംശയിച്ചു നിന്നു. സങ്കടവും ദേഷ്യവും കൊണ്ട് അലങ്കോലമായ മുഖത്തോടെ വീട്ടമ്മ വിധവ മക്കളുടെ കയ്യിൽ ചാരി ഇറങ്ങി വന്നു. എന്തു ചെയ്യണമെന്ന് അവർക്ക് തന്നെ തിട്ടമില്ല. മുന്നിൽ കിടന്ന ചെരുപ്പുകൾ വാരിയെടുത്ത് അവർ മൈക്കിന് നേരെ എറിയുന്നു. ഈ ചിത്രത്തിലെ വികാരപരമായ രംഗമാണ് ഇത്. തൻ്റെ ഭർത്താവിൻ്റെ കൊലയാളി മുന്നിൽ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധവയും. മൈക്കാണെങ്കിലോ മുട്ടുകുത്തി എന്തും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ആ അമ്മ മൈക്കിന് മുന്നിൽ വീണുപോയി. മക്കൾ അമ്മയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ ദിർഹ, അതായത് അർഹാൻ, ആ മത കോടതി വിളിച്ചു കൂട്ടുന്നു. എന്നാൽ ഒരു തീരുമാനം ആവാത്തതിനാൽ തീരുമാനം എടുക്കാൻ ആ മരിച്ചവൻ്റെ മകനെ വിട്ടു. മകൻ്റെ കയ്യിലെ കത്തി ഉറയിൽ നിന്നും ഊരി മൈക്കിൻ്റെ കഴുത്തിൽ 1-2 പ്രാവശ്യം ഉരുസിയിട്ട് അത് തിരിച്ച് ഉറയിലേക്ക് തന്നെ ഇടുന്നു. തൻ്റെ അന്ത്യം പ്രതീക്ഷിച്ചിരുന്ന മൈക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞു. മകൻ്റെ കാര്യത്തിൽ മത പുരോഹിതന്മാരും സംതൃപ്തരാകുന്നു. ദൈവപ്രീതിക്കായി ഒരു വാടിനെ ബലി നൽകി മൈക്കിനെ അവർ പോകാൻ അനുവദിക്കും. മൈക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിയിൽ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിപ്പിക്കുന്നു.